അത്ര എളുപ്പമല്ല. RBI പുതിയ 9 ഗോൾഡ് ലോൺ റൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ഉദ്ദേശിച്ച തുക സ്വർണ്ണ വായ്പയിലൂടെ നമുക്ക് ലഭിക്കുമോ? സാധാരണ നമ്മൾ ഗോൾഡ് ലോൺ എടുക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആഭരണങ്ങൾ നൽകാമായിരുന്നു. ഇനി അത്തരത്തിൽ എല്ലാ ആഭരണങ്ങളും നൽകി നമുക്ക് സ്വർണ്ണ വായ്പ നേടാൻ സാധിക്കുമോ? ഈ ഒരു കാരണം മൂലം ബാങ്ക് ഓരോ ദിവസവും നമുക്ക് 5000 രൂപ നൽകേണ്ടി വരും. എന്താണ് ആ കാരണമെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങളുടെ കയ്യിലുള്ള സ്വർണം നിങ്ങളുടേതാണെന്ന് എന്താണ് തെളിവ്? നിങ്ങൾ നൽകുന്ന സ്വർണത്തിന് എത്ര രൂപയായിരിക്കും വായ്പ ലഭിക്കുന്നത് എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോ ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. എന്താണ് RBI പുതുതായി നിർദ്ദേശിച്ച ഈ 9 ഗോൾഡ് ലോൺ റൂൾ? ആദ്യത്തേത് LTV റേഷ്യോ, അതായത് ലോൺ ടു വാല്യൂ റേഷ്യോ 75% കുറച്ചിരിക്കുകയാണ്. മുൻപ് നിങ്ങൾക്ക് ഇതൊരു 80% വരെ ലഭിച്ചിരുന്നു. അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു 10,000 രൂപയുടെ സ്വർണ്ണം പണയം വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 8000 രൂപ വരെ കിട്ടാനുള്ള അവസരം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏത് ബാങ്കിലും നിങ്ങൾ എവിടെ പണയം വെച്ചാലും ആ ഒരു സ്വർണത്തിന്റെ ടോട്ടൽ എമൗണ്ടിന്റെ 75% മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. രണ്ടാമത്തേത് സ്വർണത്തിന്റെ ഉടമസ്ഥതയുടെ തെളിവ് ആവശ്യമാണ്. നിങ്ങളുടെ സ്വർണം നിങ്ങളുടേത് തന്നെയാണോ എന്നതിന്റെ തെളിവ് ആവശ്യമാണ്. മുൻപ് നമ്മളുടെ കയ്യിൽ സ്വർണം ഉണ്ടെങ്കിൽ നമുക്ക് നേരെ ബാങ്കിൽ പോകാം. നമ്മൾ ആ ഒരു സ്വർണം ബാങ്കിൽ നൽകുന്നു, അതിൻ്റെ പണയം വെക്കുന്നു, അതിൻ്റെ വായ്പ, അതിൻ്റെ ഒരു തുക നമുക്ക് ലഭിക്കുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇത്ര എളുപ്പമായി ഈ ഒരു സ്വർണം പണയം വയ്ക്കുന്നത് ഇത്ര എളുപ്പമായി ചെയ്യാൻ സാധിക്കില്ല. നമ്മളുടെ കയ്യിലുള്ള സ്വർണം നമ്മളുടേതാണോ എന്നതിൻ്റെ തെളിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്വർണം ബാങ്കിൽ നൽകി അതിന് വായ്പ ലഭിക്കുകയുള്ളൂ. ഇത്തരത്തിൽ RBI ഒരു റൂൾ കൊണ്ടുവരാൻ കാരണം ചില ആളുകൾ ഇങ്ങനെ സ്വർണം വഴിയിൽ ആരുടെയെങ്കിലും പിടിച്ചു പറിക്കുകയും അങ്ങനെ സ്വർണം മോഷ്ടിക്കുകയും ചെയ്യുകയും ആ ഒരു സ്വർണം ബാങ്കിൽ നൽകുകയും വായ്പ എടുക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു മോശമായ പ്രവണത തുടരാതിരിക്കാനാണ് RBI ഇത്തരത്തിലൊരു റൂൾ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ഇത് സാധാരണക്കാരെ എത്രത്തോളം ബാധിക്കും എന്നത് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. സാധാരണ നമ്മൾ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ സാധാരണ വീട്ടിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ആളുകൾ സ്വർണം വാങ്ങുന്നത് അത് ഇട്ട് നടക്കാനോ അല്ലെങ്കിൽ ആളുകളെ കാണിക്കാനോ വേണ്ടിയല്ല. അതൊരു അസറ്റായിട്ടാണ് സാധാരണ ആളുകൾ സ്വർണം വാങ്ങുന്നത്. എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മളുടെ ഈ സ്വർണം ബാങ്കിൽ പണയം വയ്ക്കുകയും ആ ഒരു തുക ഉപയോഗിച്ച് നമ്മളുടെ ആവശ്യ സാധനങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് മിഡിൽ ക്ലാസ് സാധാരണ ആളുകൾ സ്വർണം വാങ്ങുന്നത്. പക്ഷേ ഇത്തരത്തിൽ പുതിയ റൂളുകൾ, ഇത്തരത്തിൽ പുതിയ ഈ ഒരു സ്വർണ്ണ വായ്പ ലഭിക്കുന്നതിന് ഇത്തരത്തിൽ നിരവധി റൂളുകൾ കൊണ്ടുവരുന്നത് ഇത് എത്രത്തോളം സാധാരണക്കാരെ ബാധിക്കും എന്നതും നമ്മൾ അറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കിനി വെറുതെ നമ്മളുടെ സ്വർണം കൊണ്ട് ബാങ്കിൽ നൽകി വായ്പ നേടാനൊന്നും സാധിക്കില്ല. നമ്മളുടെ സ്വർണം നമ്മളുടേതാണോ എന്ന് അറിയുന്ന തെളിയിക്കുന്ന തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വർണം പണയം വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ നമ്മളുടെ സ്വർണം വാങ്ങിയ ആ ഒരു ബില്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കില്ല. ചിലപ്പോൾ വർഷങ്ങളായി അല്ലെങ്കിൽ കാലങ്ങളായി കൈമാറുന്ന സ്വർണ്ണമായിരിക്കാം നമ്മളുടെ പക്കൽ ഉണ്ടായിരിക്കുന്നത്. ആ ഒരു സ്വർണത്തിന്റെ ബില്ലില്ലെങ്കിലും ആ ഒരു സ്വർണം നമ്മളുടേതാണെന്ന് തെളിയിക്കുന്ന എന്തെങ്കിലും ഒരു എവിഡൻസ് നമ്മളുടെ കയ്യിൽ വേണമെന്നാണ് RBI പറയുന്നത്. മൂന്നാമത്തേത് സ്വർണത്തിന്റെ ശുദ്ധത സംബന്ധിച്ച സർട്ടിഫിക്കറ്റ്. നമ്മൾ സ്വർണം പണയം വെക്കാൻ പോകുന്ന ആ ഒരു സമയത്ത് നമ്മളുടെ കയ്യിലുള്ള സ്വർണത്തിന്റെ ആ ഒരു മൂല്യം അത് എത്ര ക്യാരറ്റ് ആണ്, 22 ക്യാരറ്റ് ആണോ അല്ലെങ്കിൽ അതിന് താഴെയാണോ അതിന് മുകളിലാണോ, ആ ഒരു സ്വർണത്തിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്വർണം പണയം വെക്കാൻ സാധിക്കുകയുള്ളൂ. നാലാമത്തെ പോയിന്റാണ് പണയമായി സ്വീകരിക്കുന്ന സ്വർണത്തിന്റെ രൂപങ്ങൾ. ഇവിടെയാണ് മറ്റൊരു പ്രശ്നം. 22 ക്യാരറ്റ് സ്വർണത്തിന് താഴെ മൂല്യമുള്ള സ്വർണം നമുക്ക് പണയം വെക്കാൻ സാധിക്കില്ല. ഇത് എത്രത്തോളം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം വർഷങ്ങളായിട്ട് ചിലപ്പോൾ പാരമ്പര്യമായ കുറേ സ്വർണം സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അതൊരു അസറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകൾ ഉണ്ടാവും. അവരുടെ സ്വർണത്തിൻ്റെ ആ ഒരു മൂല്യം 22 ക്യാരറ്റ് തന്നെ ആകണമെന്നില്ല. ചിലപ്പോൾ 18 ക്യാരറ്റോ അല്ലെങ്കിൽ 20 ക്യാരറ്റോ ആയിരിക്കാം. ആ ഒരു സ്വർണം 22 ക്യാരറ്റ് മൂല്യത്തിന് താഴെയുള്ള സ്വർണം നമുക്ക് പണയം വയ്ക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 24 ക്യാരറ്റ്, ചിലർ പറയാറുണ്ട് 22 ക്യാരറ്റിനേക്കാളും വില കൂടുതൽ നമ്മൾ 24 ക്യാരറ്റ് സ്വർണത്തിന് നൽകേണ്ടി വരും. അത്തരത്തിൽ ചിലർ കൂടുതൽ പണം നൽകി 24 ക്യാരറ്റ് സ്വർണം വാങ്ങുന്നു. പക്ഷേ ഇവിടെ അതിനും വലിയ പ്രസക്തിയില്ല. നമുക്ക് 22 ക്യാരറ്റ് ഗോൾഡിൻ്റെ ആ ഒരു പ്രൈസ് തന്നെയാണ് 24 ക്യാരറ്റ് ഗോൾഡ് കൊടുത്താലും ലഭിക്കുന്നത്. അതായത്
നമ്മൾ കൊടുക്കുന്ന സ്വർണത്തിൻ്റെ മൂല്യത്തിന് 75%. നമ്മൾ എത്ര രൂപയ്ക്കാണ്, ഇപ്പോൾ 1 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ പണയം വെക്കുന്നതെങ്കിൽ നമുക്ക് അതിൽ നിന്ന് 75,000 രൂപ, അതായത് ടോട്ടൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന എമൗണ്ടിൻ്റെ 75% ആണ് നമ്മൾ ഈ ഒരു സ്വർണ്ണ വായ്പയിലൂടെ നമുക്ക് നേടാൻ സാധിക്കുന്നത്. ടോട്ടൽ 9 റൂളാണ് RBI പുതുതായി ഇറക്കിയിരിക്കുന്നത്. അതിൽ 5ാമത്തെ റൂൾ, ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്ന റൂൾ നമുക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ്സ് ലഭിക്കുന്ന ഒരു റൂളാണ്. കാരണം ഇനി മുതൽ വെള്ളിയിലും ലോൺ ലഭ്യമാണ്. നമുക്ക് ഇനി വെള്ളി ആഭരണങ്ങളും പണയം വയ്ക്കാൻ സാധിക്കും. നമ്മൾ നോർമലി സ്വർണ്ണത്തിനാണ് ഭയങ്കര വാല്യൂ നൽകുന്നത്. ബാങ്കിൽ നമ്മൾ സാധാരണ സ്വർണ്ണമാണ് പണയം വയ്ക്കുന്നത്, നമ്മൾ ആരും തന്നെ വെള്ളി പണയം വയ്ക്കാറില്ല. ഇനി മുതൽ വെള്ളി ആഭരണങ്ങൾ നമുക്ക് പണയം വയ്ക്കാൻ സാധിക്കും. അതിൽ പ്രത്യേക മാനദണ്ഡങ്ങളുണ്ട്. 925 ശുദ്ധതയുള്ള വെള്ളി ആഭരണങ്ങൾ മാത്രമാണ് നമുക്ക് പണയം വയ്ക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള വെള്ളി ആഭരണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കും ബാങ്കിൽ പണയം വെച്ച് ആ ഒരു തുക നിങ്ങൾക്ക് നേടാവുന്നതാണ്. അപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവാം, സാധാരണക്കാരുടെ കയ്യിൽ, ഞാൻ ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് സാധാരണക്കാരെ കുറിച്ചാണ്. നമ്മളുടെ കയ്യിൽ കുറച്ച് സ്വർണ്ണമായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് ലോങ് സേവിംഗ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ 10 ഗ്രാമോ അല്ലെങ്കിൽ 20 ഗ്രാമോ നമ്മുടെ കയ്യിലുണ്ടാവും, അത് പണയം വയ്ക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ വിചാരിക്കുന്നുണ്ടാവാം, എൻ്റെ കയ്യിൽ ഒരുപാട് സ്വർണ്ണമുണ്ട്, ആ സ്വർണ്ണമൊക്കെ ഞാൻ ബാങ്കിൽ നൽകി അതിൻ്റെ വായ്പ എടുക്കുകയും ആ പണം ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യും എന്നായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ അവർക്കുള്ള ഒരു തിരിച്ചടിയാണ് നമ്മളുടെ അടുത്ത റൂൾ. 6ാമത്തെ റൂൾ പറയുന്നത് പണയം വയ്ക്കുന്ന സ്വർണത്തിൻ്റെ പരമാവധി ഭാരത്തെക്കുറിച്ചാണ്. എത്ര സ്വർണ്ണമാണ് നമുക്ക് മാക്സിമം നമുക്ക് ബാങ്കിന് നൽകി നമുക്ക് ലോൺ എടുക്കാൻ സാധിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ സ്വർണം പണയം വയ്ക്കുകയാണെങ്കിൽ നമ്മൾ മൊത്തം വെക്കാൻ പോകുന്ന ആ ഒരു ഗോൾഡിൻ്റെ ഭാരം 1 കിലോഗ്രാമിൽ കൂടാൻ പാടില്ല. അതിനുള്ളിലുള്ള ഭാരമുള്ള സ്വർണം വച്ച് മാത്രമേ നമുക്കൊരു ലോൺ നേടാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് 1 കിലോയിൽ കൂടുതൽ സ്വർണം ഉണ്ടെങ്കിൽ അത്രയും സ്വർണം ബാങ്കിൽ വെച്ച് അത്രയും വായ്പ നേടാമെന്ന് കരുതണ്ട. നമുക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്, അതായത് ഇത്ര ഭാരം, ഈ 1 കിലോയിൽ കൂടുതൽ സ്വർണം നമുക്ക് ബാങ്കിൽ വെച്ച് നമുക്ക് വായ്പ നേടാൻ സാധിക്കില്ല. 7ാമത്തെ റൂളിൽ പറയുന്നത് സ്വർണത്തിന്റെ മൂല്യനിർണ്ണയമാണ്. നമ്മൾ പണയം വയ്ക്കുന്ന സ്വർണത്തിന്റെ മൂല്യം 22 ക്യാരറ്റ് സ്വർണത്തിന്റെ മൂല്യത്തിന് അടിസ്ഥാനമാക്കി നൽകണം. ഒരു പക്ഷേ നിങ്ങൾ പണയം വയ്ക്കുന്ന സ്വർണം 22 ക്യാരറ്റിന്റെ മൂല്യത്തിൽ നിന്ന് കുറവാണെങ്കിൽ അത് 22 ക്യാരറ്റ് മൂല്യത്തിലേക്ക് ഉയർത്താൻ നിങ്ങൾ ശ്രമിക്കുക. ഞാൻ ഓൾറെഡി പറഞ്ഞു, മുകളിൽ ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ സ്വർണത്തിന്റെ ആ ഒരു പ്യൂരിറ്റി, ആ ഒരു മൂല്യം 22 ഗ്രാം ക്യാരറ്റിൽ നിന്ന് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് ലോൺ ലഭിക്കില്ല. അപ്പോൾ നിങ്ങളുടെ പക്കലുള്ള സ്വർണം അത്തരത്തിൽ കുറവാണെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ലോൺ നേടാൻ സാധിക്കില്ല എന്നാണ് RBIയുടെ പുതിയ നിയമപ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. 8ാമത്തെ റൂളിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ് ലോൺ കരാർ വിശദമായ വിവരങ്ങളോടെ സമർപ്പിക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു സ്വർണം നൽകി നമ്മൾ ഒരു ലോൺ എടുക്കുകയാണെങ്കിൽ ആ ലോണിനെ കുറിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ കസ്റ്റമേഴ്സിന് പറഞ്ഞു കൊടുക്കുക. നോർമലി ഇപ്പോഴത്തെ ഒരു നിയമവ്യവസ്ഥ അനുസരിച്ച് നമുക്ക് വളരെ എളുപ്പം ലോൺ ലഭിക്കുന്നു. അതായത് ബാങ്ക് ഒന്നും തന്നെ നമ്മളൊരു സ്വർണ്ണം നൽകുമ്പോൾ ആരുടെ സ്വർണ്ണമാണെന്നൊന്നും ചോദിക്കുന്നില്ല. നമ്മൾക്ക് വളരെ വേഗത്തിൽ ബാങ്കിൽ ചെല്ലാം, നമ്മളുടെ കയ്യിലുള്ള സ്വർണം നൽകി അപ്പോൾ തന്നെ നമുക്ക് പണവും ലഭിക്കുന്നു. ഇപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി കുറേ കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ പണയം വയ്ക്കുന്ന സ്വർണം നമ്മളുടെ തന്നെയാണെന്നുള്ള തെളിവ് നമ്മൾ സമർപ്പിക്കണം. അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള സ്വർണ്ണമാണ് നമ്മൾക്ക് പണയം വയ്ക്കാൻ സാധിക്കുക, അതുപോലെ തന്നെ എത്രത്തോളം സ്വർണ്ണമാണ് നമുക്ക് പണയം വയ്ക്കാൻ സാധിക്കുക, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും പറഞ്ഞു. ഇനി ബാങ്കിൻ്റെ സൈഡിൽ നിന്നുള്ള കാര്യമാണ്. നമ്മൾ ഒരു സ്വർണം പണയം വയ്ക്കുമ്പോൾ ബാങ്കുകാർ നമുക്ക് പറഞ്ഞു തരുന്നില്ല ഇത്ര രൂപ പലിശ ഉണ്ടാവും, അതുപോലെ തന്നെ എപ്പോഴാണ് തിരിച്ചടയ്ക്കേണ്ടതെന്ന് പറയും. ഇനി വ്യക്തമായ വിശദീകരണം, ഒരു ലോണിൻ്റെ A to Z കാര്യങ്ങൾ അടങ്ങിയ വിശദീകരണം ആ ഒരു കസ്റ്റമേഴ്സിന് നൽകുക എന്ന് ബാങ്കുകൾക്കും RBI നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലോൺ കരാറിൽ പലിശ നിരക്ക്, തിരിച്ചടവ് വ്യവസ്ഥകൾ, പിഴകൾ, മറ്റു ചുമതലകൾ എന്നിവയും വിശദീകരിക്കണം. അതായത് നമ്മൾ എടുക്കാൻ പോകുന്ന ലോണിൻ്റെ A to Z കാര്യങ്ങൾ ആ ഒരു കരാറിൽ നൽകി നമ്മൾ കസ്റ്റമേഴ്സിന് ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. എന്നാണ് തിരിച്ചടയ്ക്കേണ്ടത്, എത്ര രൂപയാണ് പലിശ നൽകേണ്ടത്, ഒരു പക്ഷേ നമുക്ക് പലിശ അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ എത്ര രൂപയാണ് പിഴ അടയ്ക്കേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിക്കണമെന്നാണ് RBI നൽകുന്ന നിർദ്ദേശം. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു റൂളാണ് 9ാമത്തെ റൂൾ. അതായത് ഇതുവരെ നമ്മൾ ബാങ്കിന്റെ സൈഡിൽ നിന്നാണ് സംസാരിച്ചത്. ഇനി കസ്റ്റമേഴ്സിന് ബെനിഫിറ്റ് ലഭിക്കുന്ന ഒരു റൂളാണ്. ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ പോകരുത്. ഒരു പക്ഷേ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ ഒരു ബാങ്കിന്റെ ഭാഗത്ത്, നിങ്ങൾ പണയം വെച്ച ആ ഒരു ബാങ്കിന്റെ ഭാഗത്ത് നിന്നും ഈ ഒരു നടപടി ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ദിവസേന 5000 രൂപ പിഴയായി ലഭിക്കുന്നു. അതായത് ബാങ്ക് നിങ്ങൾക്ക് 5000 രൂപ നൽകുന്നു, ബാങ്കിന് ലഭിക്കുന്ന പിഴയാണത്. അതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ 9ാമത്തെ റൂൾ പറയുന്നത്
പണയം വെച്ച സ്വർണത്തിന്റെ തിരിച്ചു നൽകലിനെ കുറിച്ചാണ്. കാരണം നമ്മളൊരു സ്വർണം പണയം വയ്ക്കുന്നു, നിശ്ചിത ഒരു ടൈം പീരീഡിനുള്ളിൽ നമ്മളെ തുക നൽകി ആ ഒരു സ്വർണം തിരിച്ചെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ബാങ്ക് ആ ഒരു നിശ്ചിത ദിവസത്തിനുള്ളിൽ നമ്മളുടെ സ്വർണം തിരിച്ചു തന്നില്ലെങ്കിൽ ബാങ്കിന് പിഴ ഈടാക്കാം. ബാങ്ക് നമുക്ക് ദിവസവും 5000 രൂപ നൽകേണ്ടി വരും. അത് എത്ര ദിവസമാണ് കാലയളവാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ലോൺ പൂർണ്ണമായി അടച്ചതിന് ശേഷം 7 പ്രവൃത്തി ദിനത്തിനുള്ളിൽ ഉപഭോക്താവിന് അവരുടെ സ്വർണം തിരിച്ചു നൽകിയില്ലെങ്കിൽ ബാങ്ക് പിഴ നൽകണം. ഓരോ ദിവസവും, അതായത് ആ ഒരു പ്രവൃത്തി ദിവസം 7 ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ സ്വർണം ലഭിച്ചില്ലെങ്കിൽ 8ാമത്തെ ദിവസം മുതൽ ഓരോ ദിവസവും നിങ്ങൾക്ക് 5000 രൂപ ബാങ്ക് നൽകണം. നിങ്ങൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ നിങ്ങളുടെ സ്വർണം പണയം വയ്ക്കുകയും നിങ്ങൾ ആ ഒരു ലോൺ മുഴുവനായി അടച്ചു തീർന്നിട്ടും 7 ദിവസം പ്രവൃത്തി ദിനങ്ങൾ 7 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്വർണം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ബാങ്കിനോട് ആവശ്യപ്പെടണം. ബാങ്ക് നിങ്ങൾക്ക് ദിവസവും 5000 രൂപ നിങ്ങൾക്ക് പിഴ, അതായത് ബാങ്കിന് പിഴയാണ്, ബാങ്ക് ആ ഒരു 5000 രൂപ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ആ ഒരു 9 റൂൾസിനെ കുറിച്ച് വളരെ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. RBIയുടെ പുതിയ 9 നിയമങ്ങൾ എങ്ങനെയാണ് സ്വർണം നമുക്ക് പണയം വയ്ക്കാൻ സാധിക്കുക, അതിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത്, ഏത് തരത്തിലുള്ള സ്വർണ്ണമാണ് നമുക്ക് പണയം വയ്ക്കാൻ സാധിക്കുന്നത്. ഞാൻ മുകളിൽ കുറേ ചോദ്യങ്ങൾ ചോദിച്ചാണ് ഈ ഒരു വീഡിയോ ആരംഭിച്ചത്. ആ ഒരു ചോദ്യത്തിനുള്ള എല്ലാ ഉത്തരവും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടപ്പോൾ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഇനിയും ബിസിനസ് റിലേറ്റഡ് അല്ലെങ്കിൽ ഈ ഒരു ഗവൺമെന്റ് സ്കീംസിനെ കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോസ്വാൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള നിരവധി കോഴ്സ് വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു ബോസ്വാൽ ആപ്പിലൂടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല നിരവധി മെന്റേഴ്സ് ഉണ്ട്, നിങ്ങൾക്കുള്ള സംശയങ്ങളെല്ലാം അവരുമായി ചോദിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് RBIയുടെ ഈ ഒരു 9 റൂളിനെ കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് വേണ്ടതെന്ന് നിങ്ങൾ താഴെ കമന്റ് ബോക്സിലും പറയൂ. അതുമാത്രമല്ല ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. Bosswala. Be the boss.